കണ്ട നമ്മുടെ കേരളം വിട്ടോന്നൊരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ കേരളത്തിൽ തന്നെയാണ് എന്നൊക്കെ തോന്നുക. മംഗലാപുരത്തിൽ നിന്ന് നമുക്ക് പല സ്ഥലത്തും നമുക്ക് നാട് വിടുമ്പോൾ നാട് വിട്ടൊരു ഫീല് വരാറുണ്ട്. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് നമ്മള് എന്താ പറയാ, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് മലയാളികളെ തന്നെയാണ് കേട്ടോ. കേരള രജിസ്ട്രേഷൻ വണ്ടി ഒക്കെ നമ്മള് മലയാളീസിനെ തന്നെയാണ് നമുക്ക് കണ്ടത്. അതുകൊണ്ട് നമുക്ക് കേരളം വിട്ടൊരു ഫീല് നമുക്ക് തോന്നുന്നില്ല. വീട്ടിൽ പോണ ഒരു ഏരിയ. അപ്പം മംഗലാപുരത്ത് നിന്ന് നമ്മളെ ഉടുപ്പിക്ക് കൊണ്ടുപോയത് ഗൂഗിൾ മാപ്പാട്ടോ. ചില സമയത്ത് പട്ടർ എന്താ വളഞ്ഞ് മൂക്കടിക്കുന്ന ഏരിയ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഇത് ഏതോ ഒരു നാട്ടുവഴിയിലൂടെ ഞങ്ങൾ ടൗണിലെത്തിയിട്ടുണ്ട്. നല്ല വലിയ ടൗണാണ് ഉടുപ്പി. നമ്മളെ നല്ല വലിയ ജില്ലയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പി ടൗണിൽ നമുക്ക് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നമുക്ക് റൂം കിട്ടി. ഞങ്ങളെല്ലാവരും എവിടെ പോവുകയാണെങ്കിലും ഒറ്റ റൂമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു റൂമാണ്. അതിൽ തന്നെ ഒരു വലിയ ഫാമിലി കോട്ടും ഉണ്ട്, ഒരു സിംഗിൾ കോട്ടും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബെഡും തന്നിട്ടുണ്ട്. തൊട്ട താഴത്തെ നിലയിൽ ബാറാട്ടോ. അതാണ് അതിൻ്റെ കുറേ റീൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഉടുപ്പി ടൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കാറ് പാർക്ക് ചെയ്തു. വലിയൊരു കവാടം പോലെയാട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പം എത്രയോ കുറേ ഏരിയ ഉണ്ട് ഇതിൽ. ഇങ്ങനെ ഞങ്ങൾ ചുറ്റി അതുവഴിയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. ഇപ്പോൾ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരേണ്ടവർക്കൊക്കെ ഉടുപ്പിയിൽ വന്നു കഴിഞ്ഞാൽ വലിയ റേറ്റ് ഇല്ലാതെ ഇവിടെ തന്നെ ദേവസ്വത്തിൻ്റെ അതിൽ താമസിക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട്. ഞങ്ങളിതാ കണ്ട കുറേ മകരനക്ഷത്രം എന്ന് പറയുന്ന കുറേ അങ്ങനത്തെ കുറേ ഇതുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് വിഗ്രഹങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു 2000-3000, ചിലതൊക്കെ നല്ല വലുപ്പമുള്ളതൊക്കെ ഒരു 10,000-21,000 രൂപ ഇതുണ്ട്. ഞങ്ങൾ പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒക്കെ ഞങ്ങൾ കണ്ടു. നല്ല ഇതുണ്ട്, നല്ല കനമുണ്ട് കേട്ടോ. വിഗ്രഹങ്ങൾക്കൊക്കെ നല്ല വെയിറ്റുള്ള വിഗ്രഹങ്ങളാണത്. ഞങ്ങൾ അതിൻ്റെ അകത്തൂടെ കയറി. ഇവിടെ ഇങ്ങനെ ഇത് മുളക് മല്ലിയൊക്കെ ഇവിടെ തന്നെ ഇടിച്ച് വറുത്തിടിച്ച് പൊടിക്കുന്നതാണ് ഇവിടുത്തെ സദ്യക്കൊക്കെ ഉള്ളത്. നല്ല മണം കേട്ടോ. ഈ മല്ലിയും മുളകും കൂടെ വറുത്ത് പൊടിക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ നല്ല മണം. അപ്പം ഇത് ഈ അമ്പലത്തിൻ്റെ നടുവിലൊരു കുളമാണുള്ളത്. അപ്പം ഞങ്ങൾ അതിലൂടെ കയറിയിട്ട് കുറേ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെന്ന് തൊഴാം. പക്ഷെ ഞങ്ങൾ സാധാരണ പോലെ ലൈന് നിന്നപ്പോൾ ഞങ്ങൾക്കറിയില്ലല്ലോ ഇതിൻ്റെ അറ്റം എവിടാ, തുടങ്ങുന്നത് എവിടെയാണ് ഇതിൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ കറങ്ങി കുറേ 1-1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത്, 2 മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്ന് കേട്ടോ. പിന്നെയെന്ന് വെച്ചാലൊക്കെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ജസ്റ്റ് ഒരു ഇടുങ്ങിയ വഴിയുള്ളത്. ബാക്കിയൊക്കെ ഇതേമാതിരി നമ്മളെ അമ്പലത്തിൻ്റെ അതായത് നമ്മൾ നടുമുറ്റത്തൊക്കെ ലൈനിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരി നമ്മൾ നിൽക്കുന്നത്. കാരണം അപ്പുറത്തൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റോഡുകളാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുന്നു. നമുക്ക് ഇങ്ങനെ കുളം കാണാം. കുറേശ്ശെ ആൾക്കാരെ അവർ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിലൂടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് അങ്ങോട്ട് റൗണ്ട് ചെയ്ത് ഒരടി താഴോട്ട് പോയിട്ടാണ് ഇവിടുത്തെ വിഗ്രഹം എന്താന്ന് വെച്ചാൽ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനായ കനകദാസ്, അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു. അപ്പം അദ്ദേഹം ഇതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് എപ്പോഴും കൃഷ്ണനെ സ്തുതിച്ച് പാടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രസാദിച്ച് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഭിത്തി പൊട്ടിപ്പിളർന്ന് ഭഗവാൻ ഈ കനകന് ദർശനം നൽകി എന്നാണ് പറയപ്പെടുന്നത്. ആ ഭാഗത്തിന് കനകന കിണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അവിടെ ഉടുപ്പി നമുക്കും ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശിക്കാൻ പറ്റിയത് പരമമായ പുണ്യം എന്ന് പറയുന്നു. ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ എത്തി തൊഴുതു. കാരണം അങ്ങോട്ട് വീഡിയോ അനുവദിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി പുറത്തോട്ട് ഇതിൻ്റെ നമ്മൾ ചെന്നിടത്തേക്ക് തന്നെ എത്തി. കണ്ടല്ലോ, വലിയ ഗോപുരങ്ങളാണ് ഇതിനകത്ത് ഉള്ളതൊക്കെ കേട്ടോ. ഒരു പ്രത്യേക ഒരു സുഖം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിവിടെ ഉടുപ്പി ടൗണിലുള്ള ത്രിവേണി എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. ഉടുപ്പി ടൗണ് മസാല ദോശ, ഇഡ്ഡലി, പിന്നെ ഉടുപ്പി സ്വീറ്റ്സ് ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളിവിടുന്ന് നല്ല അടിപൊളി മസാല ദോശയും അപ്പച്ചി നല്ല പ്ലെയിൻ ദോശയാണ് കഴിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അമ്പലത്തിൽ പോയപ്പം ആ മല്ലിയും മുളകും വറുത്തടിച്ച് അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സാമ്പാറിനുള്ളത്. അരച്ച് ചേർത്ത പിന്നെ സാമ്പാറാണ്. നമ്മളവിടുത്തെ പോലെ ഒന്നും പൊടികളല്ല, നന്നായി അരകല്ലിൽ അരച്ചിട്ടുള്ള ചമ്മന്തി ഒക്കെയാണ്. പിന്നെ ഇതാ ഞങ്ങൾ ഉടുപ്പി ഒരു സ്വീറ്റിൻ്റെ കടയിൽ ചെന്നു. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു രസമലായി വാങ്ങിച്ചു, ഒരു ഗുലാബ് ജാമുനും, പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ജാഗരിയാണ്. അപ്പം ജാഗരിയും വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ ജസ്റ്റ് അവിടെ. ഇതാണ് ജാഗരി, ഈ ചുവന്ന റൗണ്ടിലുള്ളത്. ഈ ആലപ്പുഴ ആ ഭാഗത്തോട്ട് പോയാൽ അവർക്ക് ആകെ അറിയുന്നത് ജിലേബി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ജാഗരി. അപ്പോൾ അവരെപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ജാഗരി, എന്താ ജാഗരി. ഇതിന് ഞങ്ങളിവിടെ കോഴിക്കോട് ആ ഭാഗത്തോട്ടൊക്കെ എല്ലാവരും പറയുന്നതാണ് ജാഗരി. ഞങ്ങൾ രസമലായൊക്കെ ടേസ്റ്റ് ചെയ്ത് റൂമിൽ കയറി ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ ബൈ.